കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടുത്തെ മുൻപാകെ കടന്നു വരാൻ അവിടെ നൽകുന്ന സാവകാശങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ്. വേദനകളും സങ്കടങ്ങളും ഭാരങ്ങളും ഒരറ്റത്ത് ഉള്ളപ്പോൾ തന്നെ ഇപ്പുറത്ത് ദൈവശബ്ദം നമ്മളെ ശക്തിയോടെ നയിക്കുന്നില്ലേ? ഭയപ്പെടണ്ടെന്നും നിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളാനും ഞാൻ നിന്നെ പുലർത്താമെന്നും നിൻ്റെ വേദന ചുമക്കാൻ എനിക്ക് കഴിയുമെന്നും പറയുന്ന ആ ദൈവത്തിൻ്റെ അതിമാധുര്യ ശബ്ദം നമ്മളെ എത്ര ശക്തമായി മുൻപോട്ട് നയിക്കുന്നു എന്നോർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റാൻ അവിടുന്ന് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ദൃഷ്ടി വെച്ച് അവിടുന്ന് നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ്. തൻ്റെ ഭക്തന്മാരുടെ മേൽ ദൃഷ്ടി വെച്ച് അവരെ നടത്തുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതിൻ്റെ അർത്ഥം പലപ്പോഴും വഴികൾ എന്ത് എടുക്കണമെന്നും ഏത് രീതിയിൽ പോകണമെന്നും ഒക്കെ നമ്മൾ കുഴയുന്നതും കൺഫ്യൂഷനാകുന്ന സമയത്തും വഴി ഇതാണ്, ഇതിൽ നടക്കുക എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠ ശബ്ദം നമ്മളെ കേൾപ്പിക്കും. അത് വചനത്തിലൂടെ ദൈവം സംസാരിക്കും. പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് ചില നിയോഗങ്ങൾ തരും. ഇന്നിടത്തേക്ക് പോകുക, ഇന്നത് ചെയ്യുക, ഇന്നത് സംസാരിക്കുക, സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകും. മോശയുടെ നാവിന്മേൽ ദൈവത്തിൻ്റെ നാവിൻ്റെ ശക്തി ഇറങ്ങി വന്നില്ലേ? ദൈവത്തിൻ്റെ നാവിൻ്റെ അധികാരം മോശയുടെ നാവിന്മേൽ വന്നപ്പോൾ മോശയുടെ കഴിവുകളല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധികാരത്താൽ ഫറവോൻ്റെ കൊട്ടാരങ്ങളെ, അതിൻ്റെ അധികാരങ്ങളെ, അടിത്തറകളെ ഇളക്കുന്ന ചില ദൈവപ്രവർത്തികൾ അവിടെ ആ ദേശത്ത് വെളിപ്പെട്ട് വന്നപ്പോൾ പിന്നീട് ഫറവോന് ഇസ്രായേൽ മക്കളെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല. വിട്ടയക്കത്തില്ലെന്ന് പറഞ്ഞ് മനസ്സ് കഠിനപ്പെട്ട് ഇവർ എനിക്കുള്ളവരാണ് എന്ന് പറഞ്ഞപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനെ കണ്ടെത്തി അഭിഷേകം ചെയ്ത് നിയോഗത്തോടെ കൊട്ടാരത്തിലേക്ക് അയച്ചപ്പോൾ അതിൻ്റെ പിന്നിലുള്ള സകല ഉത്തരവാദിത്തങ്ങളും എൻ്റെ ദൈവത്തിൻ്റെതാണ്. പറഞ്ഞതിൻ്റെ സാരം, ദൈവം നമ്മളെ അയക്കുമ്പോൾ, ദൈവം ചിലയിടത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അത് വലിയ ശക്തിയാണല്ലോ. പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അധികാരമുള്ളതാണ്, സ്വാധീനമുള്ളതാണ്, കീഴ്പ്പെടാത്തതാണ്, കഠിനമാണ് എന്ന് പറഞ്ഞ് പിന്മാറാതെ അയച്ചവൻ്റെ വാക്ക് കേട്ട മുമ്പോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ മുമ്പിൽ ചിലത് കീഴടങ്ങും. വിട്ടയക്കത്തില്ലെന്ന് നാളുകളായി വാദിക്കുന്ന ചില ശക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവിടപെട്ട വാഗ്ദത്തമുള്ള എൻ്റെ ജനത്തെ റൈറ്റ് ടൈം ആകുമ്പോൾ വിട്ടയക്കുമെന്നുള്ളത് ഈ പകൽ ദൈവാത്മാവ് ശക്തമായി തൂതറിയിക്കുന്നു. പിന്നീട് ഒരു നിമിഷം പോലും പിടിച്ചു വെക്കുവാൻ ഫറവോന് കഴിയത്തില്ലെന്ന് ദൈവവചനത്തിലൂടെ വ്യക്തമാക്കുവാൻ എനിക്ക് നിയോഗമുണ്ട്. ആകയാൽ ഈ പകലിലും ധൈര്യത്തോടെ ചില സ്റ്റെപ്പുകൾ എടുക്കണം, വിശ്വാസത്തോടെ എടുക്കണം, ആത്മാവിലെടുക്കണം. ദൈവത്തിൻ്റെ ഗൈഡൻസ് കാണുമ്പോൾ പകച്ചു നിൽക്കരുത്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്, പരാജയമെന്നുള്ള ചിന്ത വരരുത്, ഭയമുണ്ടാകരുത്. അവിടെയും ഉറച്ച് മുൻപോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ ആഴിയിലും ഒരു വഴിയുണ്ട്. നീ കാണാത്ത ഒരു വഴി, നിൻ്റെ മനസ്സിൽ തോന്നാത്ത ഒരു വഴി, നിനക്കറിയാമെന്ന് പറയാത്ത ഒരു വഴി ദ നെയിം ഓഫ് ജീസസ് വെളിപ്പെടുത്തി ആദരിക്കാൻ എൻ്റെ ദൈവത്തിന് പ്രസാദമുണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ സന്ദേശം കൈമാറുന്നു. വളരെ സുപരിതമായൊരു വാക്യം, മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 11-ാമത് വാക്യം. അത് പുരുഷാരം അറിഞ്ഞ് അവനെ പിന്തുടർന്നു.
അവനവരെ കൈക്കൊണ്ടു. ദൈവരാജ്യത്തെപ്പറ്റി അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടവരെ സൗഖ്യം ആക്കുകയും ചെയ്തു. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വന്ന് അവർ ചെയ്ത സകല പ്രവൃത്തികളും യേശുവിനോട് അറിയിച്ചു. യേശു അവരെ കൂട്ടുകൊണ്ട് ബെത്സയിദ എന്ന പട്ടണത്തിലേക്ക് മാറിപ്പോയി. ഇത് അറിഞ്ഞ പുരുഷാരം യേശുവിനെ പിന്തുടരുകയാണ്. കാരണം യേശുവും ശിഷ്യന്മാരും ബെത്സയിദയിലേക്ക് മാറിപ്പോയപ്പോൾ ഒരു വലിയ സമൂഹം ഇതറിഞ്ഞിട്ട് യേശുവിനെ പിന്തുടരുകയാണ്. എൻ്റെ അർത്ഥം, പിന്തുടരുന്ന സമൂഹം ചെറുതല്ല, വലുതാണ്. അവരോട് യേശു ദൈവരാജ്യത്തെ പറ്റിയാണ് പറയുന്നത്. സ്തോത്രം. അതിനു മുമ്പ് അവിടെ എഴുതിയിരിക്കുന്നു, അവരെ കൈക്കൊണ്ടു. അടുത്തു വരുന്നവരെ, അവരുടെ വിഷയങ്ങളെ കൈക്കൊള്ളുന്ന ഒരു ദൈവം. അർത്ഥം, പലരും നമ്മളെ കൈക്കൊള്ളാതിരിക്കുമ്പോൾ, കേൾക്കാതിരിക്കുമ്പോൾ, കൈ തരാതിരിക്കുമ്പോൾ, ഇപ്പുറത്ത് യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്ന ഒറ്റ വ്യക്തിയെ കൈക്കൊള്ളാത്ത ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മളെ കൈക്കൊള്ളുന്ന ദൈവം, മാർവോട് അണയ്ക്കുന്ന ദൈവം, ആശ്വസിപ്പിക്കുന്ന ദൈവം, സ്വാന്തനപ്പെടുത്തുന്ന കർത്താവ് ഇന്ന് പകൽ നമ്മോട് കൂടെയുണ്ട്. ശ്രദ്ധിക്കുക വാക്യം, അവൻ അവരെ കൈക്കൊണ്ടു, ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും ദൈവരാജ്യം, അതിൻ്റെ മഹത്വം, ആ രാജ്യത്തിൻ്റെ പ്രസക്തി വിളിച്ചു പറയാൻ കർത്താവിന് പ്രസാദമായി. ഈ പകൽ അടുത്തു വരുന്നവരെ പറ്റി സ്വർഗീയ രാജ്യത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനാമുറിയിൽ ദൈവത്തോടടുത്തുള്ളൂ. ദൈവരാജ്യത്തിൻ്റെ ശക്തി, ദൈവരാജ്യത്തിൻ്റെ സന്തോഷം, ആ രാജ്യത്തിൻ്റെ സമാധാനം നമുക്ക് അവിടുന്ന് മനസ്സിലാക്കി തരും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ പലയിടത്തും നമ്മൾ പോയി സമാധാനത്തിന് വേണ്ടി കാത്തിരുന്നില്ലേ? അല്പസമയം സമാധാനം കിട്ടിയവരില്ലേ? പക്ഷേ നഷ്ടപ്പെട്ട സമാധാനം വീണ്ടെടുക്കണമെങ്കിൽ എൻ്റെ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ സ്വർഗരാജ്യം, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, നിന്നയില്ലാത്ത, മരണമില്ലാത്ത ആ രാജ്യത്തിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ എൻ്റെ കർത്താവ് നമ്മളോട് ഇന്ന് പകലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതൊന്ന് കേൾക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? അടുത്ത് വരുന്നവരെ യേശു അവർ ആവശ്യം ചെയ്തു കൊടുത്തതല്ല, ദൈവരാജ്യം. അതാണ് പ്രിയരെ നമ്മുടെ അൾട്ടിമേറ്റ് എയിം. സ്വർഗരാജ്യത്തിലെത്തണം, ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകണം, ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കണം. അതിന് വിരോധമായി നമ്മളെ പിടിച്ചൊതുക്കുന്ന ദുഃഖമാകട്ടെ, ഭാരമാകട്ടെ, ഉപജീവന ചിന്തകളാകട്ടെ, രോഗത്തിൻ്റെ ശക്തികളാകട്ടെ, തകർച്ചകളാകട്ടെ, അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൻ്റെ ശക്തിയുടെ മർമ്മം നമുക്ക് വേണ്ടി ഇന്ന് പകൽ വെളിപ്പെടുത്തും. മറന്നു പോകരുത് യേശുവിൻ നാമത്തിൽ. ഇത് നോക്കൂ, ഗന്നസരേത്ത് തടാകത്തെങ്കിലും യേശു പത്രോസിൻ്റെ പടകിൽ കയറി സംസാരിച്ചു തീർന്നു. വേറൊരു കാര്യമല്ല യേശു സംസാരിച്ചത് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ, സുവിശേഷത്തിൻ്റെ ശക്തി. ഇത് സംസാരിച്ച് തീർന്നു കഴിഞ്ഞിട്ടാണ് പത്രോസിനോട് കർത്താവിൻ്റെ ഒരു കമാൻഡ്, ആഴത്തിലേക്ക് നിൽക്കുക. യേശുവിൻ്റെ സംസാരത്തിൻ്റെ തീർപ്പിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാകൂ. അതിനുശേഷം നിന്റെ വിഷയത്തോട് ഇടപെടുന്ന, നിന്റെ ശൂന്യതയെ കാണുന്ന, നിന്റെ ശൂന്യതയുടെ പടകിനെ നിറയ്ക്കുന്ന ഒരു കമാൻഡൂടെ അതിനുശേഷം പുറപ്പെടുമെന്നുള്ളതിന് സംശയമില്ല. ഇവിടെ നോക്കൂ, സ്വർഗരാജ്യത്തെപ്പറ്റി, ദൈവരാജ്യത്തെപ്പറ്റി പറഞ്ഞതിന് ശേഷം
രോഗശാന്തി വേണ്ടവരെ സൗഖ്യമാക്കുകയും ചെയ്തു. വേണ്ടവരെ, രോഗശാന്തി വേണ്ടവരെ, ഏതൊക്കെ വിഷയത്തിൽ ശാന്തി വേണമോ, സമാധാനം വേണമോ, വിടുതൽ വേണമോ, സൗഖ്യം വേണമോ, സൗഖ്യത്തിൻ്റെ ദാതാവ് നിങ്ങളുടെ മധ്യമുണ്ട്. വിശ്വസിക്കുക, സൗഖ്യമാക്കുന്നവൻ. വേണ്ടവരെ, കാരണം ആവശ്യക്കാരല്ലേ ഓടി വന്നത്, ആവശ്യക്കാരിയല്ലേ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങിൽ തൊട്ടത്. കർത്താവ് കൈവിട്ടോ? ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയാലും ആവശ്യക്കാരൻ തൊട്ടാൽ, ആവശ്യക്കാരി തൊട്ടാൽ ശക്തി പുറപ്പെടും കേട്ടോ. സംവത്സരമെത്തുമാകട്ടെ, ലോകം എഴുതി തള്ളുന്ന വിഷയമാകട്ടെ, കുടുംബക്കാർ രക്ഷയില്ല, നിന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ട, ശരീരം മരണത്തോട് ഫേസ് ചെയ്യുന്ന വിഷയമാകട്ടെ, ഇന്ന് പകലിലും വേണ്ടവരെ സൗഖ്യമാകുന്ന ആവശ്യക്കാരനടുത്ത് വരോ, സ്വർഗം നിന്നെ ടച്ച് ചെയ്യാൻ പോകുക. അതിനു മുമ്പ് ദൈവത്തിൻ്റെ വാചനത്തിൻ്റെ ശക്തി നീ കേൾക്കണം. സ്വർഗരാജ്യത്തെപ്പറ്റി കേൾക്കണം. മുട്ടുമടക്കി സ്വർഗീയ ദർശനങ്ങൾ പ്രാപിക്കണം. കർത്താവിൽ നിന്ന് പ്രാപിക്കുമ്പോൾ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും എന്ന് പറഞ്ഞ ആ ശബ്ദം നമ്മളെ ഇന്ന് പകലും ബലപ്പെടുത്തുക. ഈ ശബ്ദം കേട്ട പൗലോസ് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും 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 മതിയാകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽ ഈ ദൂതേറ്റെടുക്കൂ. യേശുവിൻ്റെ അടുക്കിലേക്ക് വരൂ. അവിടെ നമ്മളെ കൈക്കൊള്ളുന്ന ദൈവം, അവിടെ നമ്മളെ ഉപേക്ഷിക്കാത്ത ദൈവം, തള്ളിക്കളയാത്ത ദൈവം. പലരും ഒറ്റപ്പെടുത്തിയില്ലേ, മാറ്റി നിർത്തിയില്ലേ, ബന്ധങ്ങൾ അസ്തമിപ്പിച്ചില്ലേ, വിടക്കെന്നെണ്ണയില്ലേ. പക്ഷേ നിന്നെ കൈക്കൊള്ളുന്ന ഒരുവനുണ്ട്, നിൻ്റെ സങ്കടം കേൾക്കുന്ന ഒരുവനുണ്ട്. അത്രയും തീഷ്ണതയോടെ നീ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നെങ്കിൽ ഉപേക്ഷിക്കത്തില്ല കേട്ടോ. ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിന്നോട് വ്യക്തമാക്കി തരുന്ന ഒരു സ്വർഗം. സൗഖ്യം വേണ്ട വിഷയത്തിൽ സൗഖ്യം നൽകുന്ന മാനസിക സൗഖ്യമാണോ, ശാരീരിക സൗഖ്യമാണോ, കുടുംബജീവിതത്തിലൊരു സൗഖ്യം വേണോ, ആത്മീയ വിഷയത്തിൽ തളർന്നിരിക്കുകയാണോ, പ്രാർത്ഥനയിൽ നീ ഡൗൺ ആണോ, നിന്നെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്ന പകൽക്കാലമാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഒരാത്മശക്തി എന്ന പകൽ അവിടുത്തെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അവരെ വേദനിപ്പിക്കുന്ന, സൗഖ്യമില്ലാതെ ഭയപ്പെടുത്തുന്ന ചില ഭയത്തിൻ്റെ വ്യാപാരങ്ങൾ നസറേനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ പൊട്ടി മാറട്ടെ. വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്താൻ അങ്ങേക്ക് പ്രസാദമാകണം. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, നിയോഗത്തോടെ, അധികാരത്തോടെ മുൻപോട്ട് പോകൂ. കർത്താവിൻ്റെ അടുക്കൽ വരൂ. അവിടെ നമ്മളെ കൈക്കൊള്ളും, നമ്മുടെ വിഷയങ്ങളെ കേൾക്കും, വേണ്ടവരെ സൗഖ്യമാക്കും, വചനം നമ്മളോട് വെളിപ്പെടുത്തും. ഈ അനുഗ്രഹീത സന്ദേശത്താൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.